നമ്മൾ ചിക്കൻ കറി വെക്കാട്ടാന്ന്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പം ഇങ്ങോട്ട് വന്നേ, ഇത് കട്ടായില്ല. ചിക്കൻ കാല് വറക്കാട്ടാ. ആയോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചിറക്കണം മാറമ്മ. അപ്പഴേ ഇന്ന് സബോളയൊക്കെ അരച്ചട്ട വെക്കണം കേട്ടാ. അരച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ സബോള മുറിച്ച് മിക്സിയിൽ അരക്കും. പച്ചമുളക് ഇഞ്ചി അതേ അരക്കാട്ടെ കേട്ടാ. വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതരയ്ക്കാന്ന് വെച്ചേക്കാട്ടാ. അരച്ചെടുക്കട്ടെ കേട്ടാ. അപ്പോഴേക്കും കോഴി വറുത്താവട്ടെ. അപ്പോൾ ചിക്കൻ വറുത്തത് ഒരു വശം കൊണ്ടേയില്ല കേട്ടാ. മറിച്ചിട്ടു കേട്ടാ. വറുത്ത് പോരാട്ടാ. വറവ്
വറുത്ത് കോരില് കഴിഞ്ഞു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നേരത്തെ പോലെ ഞാൻ തെക്കി വെക്കട്ടെ കേട്ടാ. അപ്പൊ ചിക്കൻ കറി വയ്ക്കാൻ പോവാ കേട്ടാ. വറുത്ത് കോരി വെച്ചു. ഇങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ട്ടാ. ഇതൊന്ന് വാടി കഴിഞ്ഞാലേ സബോള നമ്മൾ അരിഞ്ഞിട്ട് അരച്ചുണ്ടാക്കണ കാരണം കൊണ്ടാട്ടാ. മല്ലിപ്പൊടി, മുളക് പൊടി, മസാല, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി ട്ടാ. ഇത് മൂത്തതിന് ശേഷം അരച്ച സബോള ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുളക് മൂക്കാത്ത രസം വരും കേട്ടോ നമുക്ക്. ഇനി സബോള അരച്ച് കൂട്ടാൻ വെച്ചിട്ട് ചേച്ചി വെച്ചോണം വെച്ചിട്ട് ഞങ്ങൾക്ക് ആ സബോളര് ഇത് ഇഷ്ടമായില്ല എന്ന് പറയരുത്. മുളക് നമ്മൾ മൂത്തതിന് ശേഷം സബോള അരച്ചത് ഇടാവും. അല്ലെങ്കിൽ സബോളയുടെ വെള്ളം കൊണ്ട് നമുക്ക് മുളക് മൂത്ത് കിട്ടില്ല. എല്ലാ പൊടികളൊക്കെ ഇട്ട് മൂക്കും കേട്ടോ. ഇതിലിപ്പോ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മുളക്, മല്ലി, മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് മൂക്കൂട്ടാ. അല്ലെങ്കിൽ മുളക് മൂക്കാത്ത രസം നമുക്ക് കൂട്ടാൻ വന്നാൽ അത് സുഖം ഉണ്ടാവില്ല. മുളകൊക്കെ മൂക്കും. ഇനി അരച്ച സബോള ഇട്ടുട്ടാ. അരച്ച സബോള എന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാവശ്യം നല്ലോണം അരച്ചിട്ടില്ല, ഒന്ന് കറക്കിയിട്ടുള്ളൂ. അപ്പൊ ഇത്തിരി സബോള ഉണ്ടാവും. ഉപ്പിട്ടു കേട്ടാ. ഈ സബോള അവിടെ കിടന്നൊന്ന് ഇതാവട്ടെ. വേപ്പില ശരിക്കും പറഞ്ഞാൽ വേപ്പില തണ്ടളൊക്കെ ഇട്ടാല മണം വരാമെന്ന് പറയാം. അന്നത്തെ ആൾക്കാർ പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്കെ. ആവട്ടെ കേട്ടാ. വെള്ളം വലിഞ്ഞ് നല്ലോണം വാടട്ടെ. ഓക്കെ, സബോളയൊക്കെ വാടി വെള്ളം വലിഞ്ഞ് എണ്ണ തെളിഞ്ഞു തുടങ്ങിട്ടാ. തക്കാളി ഇട്ടു. വാടട്ടെ നല്ലോണം കേട്ടാ. അതെ, വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു, സബോളയൊക്കെ വാടി, വെള്ളമൊക്കെ വറ്റി, വെളിച്ചെണ്ണ തെളിഞ്ഞു ഉണ്ടാക്കണ്ട. ഗ്രേവി ഉണ്ടാക്കി നല്ല തിക്കായുള്ള ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടാ, നല്ലത്. ഇനി ഇതിലൊരു പണിയും കൂടി ഞാൻ ചെയ്യും. ഇത് ലാസ്റ്റ് ഞാൻ കാണിക്കാട്ടാ. കോഴി ഇടാൻ പോവാട്ടാ. കോഴി ഇട്ടു. വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ സവോള വാടി അതിൻ്റെ കുത്തൊക്കെ പോയി. അപ്പോൾ നമുക്ക് കൂട്ടാൻ ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അതല്ലെങ്കിൽ മുളകൊക്കെ മുരിയാണ്ട് അങ്ങനെ ചെയ്താൽ കൂട്ടാൻ രസമാവില്ല.
കണ്ട നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, കോഴിയിലത്തെ വെള്ളം വരും. കണ്ട അത് ഒന്നും കൂടി ആക്കിയിട്ട് മൂടാം. പിന്നെ ഞാൻ ചെയ്യണത് ഉരുളക്കിഴങ്ങാട്ടാ. കണ്ട നുറുക്കി കഴുകി പാല വെച്ചതാണ്. ഇതിനരച്ച് കൂട്ടൂട്ട ഞാൻ. ഇവിടെ വെള്ളം പോലെ ചാറിയിരിക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അത് കാരണം ഞാൻ ചെയ്യണത് ചാറില് ചിക്കൻ കറി ആയിട്ടാ. രണ്ട് ഉരുളക്കിഴങ്ങ് അടിച്ചതാണ്. രണ്ട് ചെറുതാണ് കേട്ടാ. നമുക്കപ്പോൾ ഗ്രേവി അത് തിക്കൻസ് ആയിട്ട് കിട്ടും. നല്ല തിക്കില് ഗ്രേവി ആവും ചെയ്യും. നല്ല രസമാണ് ഈ കറിട്ടാ. ഉരുളക്കിഴങ്ങ് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കി നല്ല രസമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് കാണിക്കാറില്ല. ഒരു പ്രാവശ്യം കൊണ്ട് കാണിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇത് ഇട്ട് കഴിഞ്ഞാൽ കങ്ങാൻ പിടിക്കാണ്ട് നോക്കണം. ഇളക്കിക്കൊണ്ട് നമ്മളിത് വേവിക്കണം. അടപ്പത്തിട്ടിട്ട് നമ്മൾ ഇത് ഒഴിച്ചിളക്കി കൂട്ടിയിട്ട് എങ്ങോട്ടും പോകാൻ പാടില്ല കേട്ടാ. ചിക്കനല്ല അടപ്പത്ത്, അതവിടെ കിടന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ച് പോയാ ഇത് വേകുമ്പോൾ കൊഴുപ്പ് കൂടും, അടി പിടിക്കും. അപ്പൊ പതുക്കേനൊന്ന് തിളക്കട്ടെ. കറി റെഡി. പറഞ്ഞേ എങ്ങോട്ടും പോവാൻ പാടില്ല. ചിക്കൻ കറി റെഡി ആയിട്ടാ. ഇതിൽ ഒന്നും കൂട്ടാനും ഇല്ല, ഒന്നും ചെയ്യാനൊന്നും ഇല്ല. കാണിച്ചോട്ടെ. കണ്ട വെള്ളം വലിഞ്ഞ് നല്ല കട്ടിയായ ഗ്രേവി കിട്ടിയണ്ട. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്ക്, എല്ലാവർക്കും ഇഷ്ടാവും. ഞാൻ തനി നാടൻ കറികളാണ് വെക്കണേ കേട്ടോ, അല്ലാണ്ട് വേറൊരു ഇതൊന്നും ഞാൻ വെക്കണില്ല. നാടനാണ് ഞാൻ വെക്കുന്നത്, നാടൻ കറികൾ. ഞങ്ങളുടെ അമ്മമാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയല്ല കേട്ടാ, ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ അമ്മ വെക്കണ കറികളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കറികളൊക്കെ വെച്ച് കൂട്ടി വെച്ച് ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ കറി വെപ്പൊക്കെ പഠിച്ചത്. കറിയെന്നല്ല, ചോറ് വരെ വെക്കാൻ ഞാൻ ഇവിടെ വന്നതിന് ശേഷം 16 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കറി ചോറൊക്കെ വെച്ച് പഠിച്ചിരുന്നത്. എൻ്റെ വീട്ടിലൊന്നും വെച്ച് ഞാൻ അത് ചെയ്യെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പം ടാറ്റാ.